ഹലോ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മെയ് ആണ്. എൻ്റെ സ്വരം പതുക്കെ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. രാവിലെ ഇന്നൊരു വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഒരാൾ വിളിച്ചത് കേട്ടിട്ടാണ് ഞാൻ ആക്ച്വലി എണീറ്റത്. ഇപ്പോൾ എന്താ എല്ലാവരെക്കാട്ടിലും മുമ്പേ എണീക്കാൻ നമ്മുടെ മാംഗോ ഉണ്ട്. അപ്പം അവൾ രാവിലെ വിളിക്കും കേട്ടോ. ഒരു കുഞ്ഞായിട്ടിങ്ങനെ ഒന്ന് ഒരൊച്ച വയ്ക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ എണീറ്റുണ്ടാവുമല്ലോ, അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ പുറത്ത് പോയിട്ട് അവളവിടെ ഒരു ഫേവറേറ്റ് കോർണർ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ സാധിക്കും. ഒരു കുറച്ച് നേരം ഇങ്ങനെ ആരും എണീറ്റിട്ടില്ല. നല്ല പ്രകാശം ഇവിടെ തോന്നും കേട്ടോ. 5:30 ആകുമ്പോൾ തന്നെ നേരം വെളുക്കും. ഇപ്പം സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം രാവിലെ പുള്ളിക്കാരത്തി എന്താ 6 മണിക്ക് എണീറ്റിട്ട് കളിക്കാനായിട്ട് നല്ല മെനയായിട്ട് നിൽക്കുക. കുറ്റം പറയാനൊക്കെ ഇല്ല കേട്ടോ. 8:30 ആകുമ്പം 8:30 9 ആകുമ്പം കിടന്നാൽ രാത്രി ഒക്കെ നല്ല മിടുക്കിയായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ 6:30 ആകുമ്പോൾ എണീക്കുക. അപ്പോൾ അത്രയും എന്താ പറയുക, മര്യാദയുള്ള മാംഗോ ആയതുകൊണ്ട് ഞാൻ ഐസക്കിന് ഒരു തോക്കെടുത്ത് കൊടുത്തു കേട്ടോ. തോക്കല്ല, നമ്മൾ മറ്റേ വാട്ടർ ഗൺ ഉണ്ടല്ലോ, കുറച്ച് നേരം അത് പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടി അവളുടെ വായിലൊക്കെ പോകാണ്ടിരിക്കാനൊക്കെ ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, കുറച്ച് നേരം കളിക്കണം. ഞാൻ ഭയങ്കര പ്ലേഫുള്ളായിട്ടുള്ള അങ്ങനത്തെ ഒരാളല്ല കേട്ടോ. എനിക്ക് കുറച്ച് വിയർപ്പിൻ്റെ അസുഖമാണ്, എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിയിരിക്കാനാണ്. പക്ഷേ ഇവൾ സമ്മതിക്കില്ല. അപ്പം ഇനി അകത്ത് കയറി വന്നു. ഇനി ഇവക്കുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബോക്സ് പോലെ നമ്മൾ കോസ്കോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനകത്താണ് അവളുടെ ഭക്ഷണവും മറ്റേ ഷീറ്റും ടോയ്സും ഷ്രെഡ് ചെയ്യാനുള്ള മറ്റേ ഷ്രെഡറൊക്കെ വെച്ചേക്കുന്നത്. ഇവൾ ഷ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഇതാണ് ഗോൾഡൻ റിട്രീവറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡൻ റിട്രീവറും ഹസ്കിയാണ്. അമ്മ ഗോൾഡൻ റിട്രീവറും അപ്പൻ ഹസ്കിയാണ്. അപ്പം രണ്ടും ഷെഡ് ചെയ്യുന്നതാണല്ലോ. അപ്പം നമ്മൾ എന്തായാലും എല്ലാ ദിവസവും ഇപ്പം തന്നെ അവളെ കോംബ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം തോമസും ഞാനും കൂടെ ഇത് ചെയ്തു, ഷ്രെഡർ വെച്ചിട്ട് ചെയ്തു. പിന്നെന്താ പറയുക, ഈ രാവിലെ തന്നെ അപ്പം 2 നേരം ഫുഡ് കൊടുക്കുക. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു 7 മണി ആ സമയത്തിനുള്ളിൽ കൊടുക്കും. വൈകുന്നേരം ഒരു 6:30 7 ആ സമയത്തിനുള്ളിൽ കൊടുക്കും. അപ്പോൾ അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ ഇത് അവൾ വന്നിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഒരു 10 ദിവസത്തിനകത്തുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. നമ്മുടെ വിശേഷങ്ങൾ അന്നത്തെ വിശേഷങ്ങൾ അന്നന്ന് തന്നെ അല്ല കേട്ടോ വരിക. നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് സമയം പോലെ എഡിറ്റ് ചെയ്ത് വരിക. അപ്പം ഓൾമോസ്റ്റ് ഒരു 5 6 10 ദിവസത്തിനുള്ളിൽ വീഡിയോസ് വരും. അപ്പം അതിനിടയ്ക്ക് അവൾ എണീറ്റിട്ട് അവിടെ എന്തോ ഒരു ഒച്ച കേട്ടപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഫസ്റ്റ് വന്ന ദിവസത്തെ 3-4 ദിവസം ഞങ്ങളും ഭയങ്കര പഠിപ്പീരായിരുന്നു. പഠിച്ച് ഭരണ കയറ്റെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞപ്പം നമുക്ക് പതുക്കെ മടിയായപ്പോൾ പുള്ളിക്കാരത്തി തരം കിട്ടിയാൽ മറ്റു റൂമുകളിലോട്ടൊക്കെ പോകാനുള്ള നോട്ടമൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കണ ഈ ദിവസമൊക്കെ ആയപ്പോൾ ഹാൻഡ് ഫീഡ് നിർത്തി കേട്ടോ. പക്ഷേ അവൾക്ക് ഈ പാത്രത്തിൽ അത്രയ്ക്കും സ്റ്റൈലുള്ള പാത്രം വേണ്ട, താഴെ എവിടെയെങ്കിലും കൊടുക്കണം. അപ്പം ഞാൻ ഇനി വേറൊരു പാത്രം മേടിക്കണം. പക്ഷേ ഈ ദിവസമൊക്കെ ഞാൻ ഹാൻഡ് ഫീഡാണ് ചെയ്തത്. അവളുടെ ഈ ഒരു ബെഡ് ഉണ്ടല്ലോ, ബൈറ്റ് പ്രൂഫാണ്. ആ ഒരു തുണിയും ബൈറ്റ് പ്രൂഫാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കടിച്ച് ചവച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ചെയ്തോളും. അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. നമ്മൾ കൈയൊക്കെ കഴുകി. ഞാൻ ഒരു ലോഡ് തുണി ഇന്നലെ രാത്രിയിൽ ഉണക്കാനിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ വിൻ്ററിലൊക്കെ അതിനകത്ത് തന്നെ ഇട്ടാൽ പിന്നെയും തുണി തണുത്തു പോകും കേട്ടോ. ഇതിപ്പോൾ കുഴപ്പമില്ല, വീട്ടിലിടുന്ന തുണിയാണ്. നമ്മളെപ്പോഴും വാഷിംഗ് മെഷീനല്ല ഡ്രയറിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആകുമ്പോൾ തന്നെ എടുത്ത് മടക്കി വെച്ചാൽ റിങ്കിൾസ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പം കുഴപ്പമില്ല, വീട്ടിലിടുന്ന തുണിയല്ലേ. അവൾ ഇനി കുറച്ച് നേരം കൂടെ ഉറങ്ങുവേ. അപ്പോൾ നമ്മൾ ക്രേറ്റ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ അതിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങും. ഇനി അവൾക്ക് എങ്ങാനും നമ്പർ 1 നമ്പർ 2 ഒക്കെ വേണമെങ്കിൽ അവൾ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ എന്ന് പറഞ്ഞൊരു ഒച്ച വയ്ക്കും. അപ്പോൾ പോയിട്ട് പുറത്ത് വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനി ഇവന്മാർ വന്നു കഴിഞ്ഞിട്ട് കുറേ നേരം കളിക്കും. അത് കഴിഞ്ഞ് പിന്നെയും കിടക്കും. പപ്പിയല്ലേ, കുറേ ഉറക്കമൊക്കെ വേണമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും നമ്മൾ നടത്താൻ വേണ്ടി കൊണ്ടുപോകും. വൈകുന്നേരം കുറേ നേരം പാർക്കിൽ കളിപ്പിക്കും. ഇപ്പോൾ കുഞ്ഞല്ലേ, അത്രയ്ക്കൊക്കെ ഉള്ള ആംബിയറേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇനിയിപ്പം എന്താ പറയുക, എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഇവന്മാരൊക്കെ എണീറ്റ് വരുന്ന ആകെ ഒച്ചയും ബഹളമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിപ്പം
ഇനി ഇപ്പോൾ നമുക്ക് സെപ്റ്റംബറിലാണ് നമ്മുടെ സെമസ്റ്റർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാനൊരു സമ്മർ ചെറിയൊരു സമ്മർ കോഴ്സ് എൻ്റെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആ ഒരു രീതിയിൽ ഒരു ക്ലാസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ മാംഗോ വന്നതിന് ശേഷം നമ്മുടെ റുട്ടീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി. അപ്പോൾ എനിക്ക് ചിലപ്പം ഈ എന്താ പറയുക എന്തെങ്കിലും എഴുതാനോ അങ്ങനത്തെ വായിക്കാനോ ഒക്കെ ഉള്ളത് ഞാൻ ആ സമയം കിട്ടുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ കുറച്ച് നേരം ഒരു ജേർണലൊക്കെ എഴുതി ഒരു പുസ്തകമൊക്കെ വായിച്ചു. ഞാൻ സെൻ ദ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ് പല പ്രാവശ്യം നമ്മുടെ ചാനൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറേ വർഷം മുമ്പ് ഞാൻ മേടിച്ചതാണ്. കുഞ്ഞ് ഒരു 10-100 കാര്യങ്ങൾ ഇങ്ങനെ ടിപ്സ് പോലെയാണ്. ഒരു പേജിൽ ഒരു ടിപ്പ് അങ്ങനെയാണ്. നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇന്ന് തുറന്നപ്പോൾ കിട്ടിയതേ ടേക്ക് കെയർ ഓഫ് സംതിങ് വെരി സ്പെഷ്യൽ എന്ന്. നമുക്ക് റിലേഷൻഷിപ്പ് ആകാം, ആൾക്കാരെ ആകാം, സാധനമാകാം, ചെടിയാകാം, മരമാകാം, ഡോഗിനെ ആകാം, എന്തുവാകാം. എനിക്ക് ഭയങ്കര ഒരു ടൈംലി ആയിട്ട് തോന്നിയേ. ഞാൻ ഇതിനിടയ്ക്ക് കൈയും അതൊക്കെ കഴുകി എൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ ഇട്ട പാൻറ്റ്. കാരണം ഇവളിങ്ങനെ കുറേ നേരം ഭയങ്കര നക്കലും മടിയിലിരുത്തലും ഒക്കെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം പിള്ളേർ എണീറ്റ് വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫുഡ് റെഡിയാക്കാം. എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ കുട്ടികൾ എണീക്കുന്നതിനും കുറച്ച് മുമ്പ് എണീക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തിരിയൊക്കെ നമുക്ക് നല്ലതാണ്. നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണെങ്കിൽ കുറച്ച് പേഴ്സണൽ ടൈം കിട്ടും. ഇനി ജോലിക്ക് പോകാത്തവരല്ലെങ്കിൽ തന്നെയും അടുക്കളയിലോട്ട് നമ്മൾ വരുന്നതിന് മുമ്പ്, അതായത് അടുക്കളയിലോട്ട് വരേണ്ടി വരുന്ന എപ്പോഴും പിള്ളേർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടിയൊക്കെ വരുമ്പോഴല്ലേ, അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി സമയമൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു കുറച്ചൊരു നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ കുറച്ചും കൂടെ മാറിപ്പോകുന്ന പോലെ തോന്നും. ഞാൻ ഇന്നലെ നമ്മുടെ ഇഡ്ഡലിക്ക് ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊങ്ങി വന്നു കേട്ടോ. ഇത് ഞാനിപ്പം ഈ കുറേ കാലമായിട്ട് ഇൻസ്റ്റപോട്ടിൽ തന്നെയാണ് വയ്ക്കുക. അതിൽ യോഗട്ട് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡാണ്. യോഗട്ട് മോഡ് ഇല്ലാത്ത ഇൻസ്റ്റപോട്ടുകളിൽ ഫെർമെൻറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നല്ല എന്താ പറയുക, സോഡ പൊടിയോ അല്ലെങ്കിൽ ചോറോ ഒന്നും ആഡ് ചെയ്യേണ്ടി വരാറില്ല. ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒറ്റ അരയാണ്. ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, പിന്നെ ബാക്കിയുള്ളത് ദോശയ്ക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ വെള്ളം ചേർക്കും. ഭയങ്കര ഇഡ്ഡലിക്ക് വലിയൊരു ഡിമാൻഡ് ഇല്ല ഇപ്പം, അതുകൊണ്ട് ഞാൻ ഒരു തട്ട് ഇഡ്ഡലിയേ വെച്ചുള്ളൂ. അങ്ങനത്തെ ഒരു ദിവസം അമ്മ ഇനി ഇഡ്ഡലി ഉണ്ടോ എന്ന് ചോദിച്ച് കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. തോമസ് രാവിലെ തന്നെ ജിമ്മിൽ പോയി. അതുകൊണ്ട് പിന്നെ തോമസിന് അല്ലെങ്കിൽ പിള്ളേർ മാത്രമേ ഇഡ്ഡലി കഴിക്കാറുള്ളൂ. അതുകൊണ്ട് അവർക്കുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഇഡ്ഡലിയുടെ മാവെടുത്ത് ഞാൻ ഇതുപോലൊരു പാത്രമുണ്ട്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചത്. അതൊരു 2-3 ഇതും ഇതിൻ്റെ ചെറിയതും 2 കുഞ്ഞു സഹോദരങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വലിയ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടേക്കണത്. ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു. മുട്ട ഈ ഒരു എഗ് സ്റ്റീമർ, ഒരു എഗ് ബോയിലർ, അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ ആദ്യം തന്നെ സെർച്ച് ചെയ്യുമ്പം എഗ് ബോയിലർ എന്ന് അടിച്ചു കൊടുത്തിട്ട് കണ്ടത് റിവ്യൂ നന്നായി കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് മേടിച്ചതാണ്. ഇതിനൊരു കുഴപ്പമുള്ളൂ, തന്നെ ഓഫായി പോവില്ല. അതിൻ്റെ വെള്ളം പറ്റി കഴിയുമ്പോൾ 7 മിനിറ്റ് മറ്റേ വേണം. 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് ഒരു അളവ് വെള്ളം ഒഴിക്കുന്നത് അതിങ്ങനെ കീന്ന് പറയും. അപ്പം നമ്മൾ പോയിട്ട് ഓഫ് ചെയ്യണം. അപ്പം നമ്മൾ ആ പരിസരത്ത് ഉണ്ടായിരിക്കണം. ഇനി ഇവന്മാർക്ക് ഇന്ന് പീനട്ട് ചട്നിയാണ്. അപ്പം സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, എന്താ പറയുക, കറിവേപ്പില, തക്കാളി, ഇത്രയും സാധനമാണ് നമുക്ക് വഴറ്റാൻ വേണ്ടി വേണ്ടത്. ഇത്തിരി എണ്ണയിൽ, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത്. ശരിക്കും പീനട്ട് ചട്നിയൊക്കെ സൺഫ്ലവറിലൊക്കെ ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ കുക്ക് ചെയ്യുന്നത് ഐദർ നെയ്യിൽ, ബട്ടർ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. അപ്പം എന്താ പറയുക, സൺഫ്ലവർ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ. ഭയങ്കരമായിട്ടൊന്നും വഴക്കേണ്ട ആവശ്യമില്ല. ആദ്യം സവോള ഒന്ന് വാടി വരുമ്പം എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളി ഇടും, പിന്നെ തക്കാളി ഇട്ടു, അതും ഒന്ന് ജസ്റ്റ് വാടി വന്ന് അത്രയും മതി. ഇതിനകത്ത് വേണം നമുക്ക് തേങ്ങയിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ 7 മിനിറ്റായി മുട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ വഴറ്റി വെച്ച സാധനം അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു വഴറ്റിയപ്പം. പിന്നെ ഞാനൊരു 1/2 കപ്പ് പീനട്ടാണ് ഇട്ടേക്കണത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഇത്തിരി അരയ്ക്കാൻ വെച്ചാൽ തേങ്ങയും കൂടി ഇട്ടാൽ കുറേയും കൂടെ അളവ് നമുക്ക് കൂടുതലുണ്ടായിരിക്കും. ഇനി തണുത്തൽ ഈ സാധനം എല്ലാം കൂടെ മിക്സിക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് ജസ്റ്റ് അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ.
പക്ഷേ വേണമെങ്കിൽ പിന്നെ കടുകും പൊട്ടിക്കാം. ഞാൻ എന്തായാലും കടുകൊക്കെ പൊട്ടിച്ചു. പിള്ളേരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭക്ഷണം ആ സമയം തിരക്കായി പോയിട്ടോ, വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ രാവിലെ തന്നെ കുറച്ച് പണികളും കൂടി ചെയ്യാം. വൈകിട്ടത്തേക്കുള്ള ഡിന്നറിനുള്ള ചിക്കനാണ്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം എന്നിട്ട് നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാം. അപ്പം ഒരു 3 മണിയൊക്കെ ആകുമ്പം നമ്മളൊരു 5 മണി ആ സമയത്താണ് ഡിന്നർ. അപ്പോൾ അതിന് മുമ്പ് 5 മണിയല്ല കേട്ടോ, ഇപ്പം 6 മണിയൊക്കെ ആയി. 5 മണിക്കും കഴിച്ചുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നല്ല റെഡിയാവും. ഇതൊന്നുമില്ല, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഞാൻ എന്താ പറയുക, കുറച്ച് മുളക് പൊടി, അങ്ങനെ കുറച്ച് മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ അങ്ങോട്ട് ആക്കി വെച്ചാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഭക്ഷണം ഞാൻ ഈ പണി അടുക്കളയിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇവന്മാർ രണ്ടിനും കൂടെ ഈ നമ്മുടെ മാംഗോനെയും കൊണ്ട് നടക്കാൻ പോയിട്ടുണ്ട്. അവരങ്ങ് ഇവിടുന്ന് നടന്ന് പാർക്കിൽ പോയി അവിടെ കുറേ നേരം അവൾ ഓടി കളിച്ചിട്ട് വരും. വലിയ പട്ടികളൊക്കെ വരുമ്പം പുള്ളിക്ക് പേടിയാണ് കേട്ടോ. അവിടെ അങ്ങ് ഇരിക്കും, ബഹുമാനത്തോടു കൂടി അവിടെ ഇരിക്കും. ഇനി എങ്ങാനും ആരെങ്കിലും ഒന്ന് കുരയ്ക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വാലും പൊക്കി ഒറ്റ ഓട്ടമാണ്. ഭയങ്കര ഇതാണ് കേട്ടോ അവൾക്ക്. വേറെ ഇങ്ങനെ വലിയ പട്ടികളെയൊക്കെ കാണുമ്പോഴത്തേന്. പക്ഷേ ഇവിടുത്തെ പട്ടികളും ഭയങ്കര മര്യാദക്കാരാണ്. അപ്പം ഇവളിങ്ങനെ പേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഉടമസ്ഥർ അവരുടെ പട്ടികളോട് ഇരിക്കാൻ പറയും. പുള്ളിക്കാർ ദൂരേന്ന് ഇരുന്നിട്ടൊന്നൊരു നോട്ടമൊക്കെ ഉണ്ട്. എന്തായാലും അവളുടെ ഈ ഒരു ഫ്രണ്ടത്തെ ഏരിയ ഇപ്പം ഞാൻ പോലെ കാർപ്പറ്റൊക്കെ എടുത്ത് മാറ്റിയേ. അവളെങ്ങാനും ഇനി വല്ലതും മൂത്രം ഒഴിച്ചാലൊന്ന് പേടിച്ചിട്ടാണ്. പിന്നെ അത് കൊണ്ടിടണം. പക്ഷേ നന്നായിട്ട് ഷെഡ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മളിങ്ങനെ ഇനി എന്താ ചെയ്യുക, ഇവളുടെ ആസ്ഥാനം ഇവിടുന്ന് മാറ്റണം. അത് പക്ഷേ ഇത്തിരിയും കൂടെ സമയം കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളിരിക്കാം. അപ്പോൾ എന്തായാലും അവൾ പോയ വഴിക്ക് ഞാനെന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്യാം, എന്നിട്ടൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച്. അവൾക്ക് വെള്ളം ആ മൂലയ്ക്കാണ് വെച്ചേക്കണേ. അപ്പം ആദ്യം നമ്മൾ ഓൺ ഡിമാൻഡിൽ ഇങ്ങനെ വെള്ളം വരുന്ന വലിയ ഒരു സന്നാഹമൊക്കെ ആയിരുന്നു പുള്ളിക്കാരത്തി. പക്ഷേ അത് മുഴുവനും ഇങ്ങനെ അതിനകത്തോട്ട് വീഴ്ചിട്ട് എന്തോ കുളത്തിൽ കുളിക്കാൻ പോണ പോലത്തെ ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തിരിശയല്ല, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ച് കൊടുക്കുക ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ കണ്ടപ്പോഴോർത്തെ ഈ ഒരു ഗോൾഡ് ഉള്ള ആ കലത്തിൽ വെള്ള പൂക്കൾ, വെള്ള പച്ച, ഇത് നല്ല രസമല്ലേ കാണാൻ. ആ ഒരു താഴത്തെ ഇതുമായിട്ട് നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഇതിന് മുന്നകത്ത് വേറൊരു സാധനമായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്വാപ്പ് ചെയ്ത് വെച്ച്, തോമസ് സ്വാപ്പ് ചെയ്ത് വെച്ചിട്ട് നീ കുറച്ച് ദിവസം ഇങ്ങനെ വെച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, ഈ കൊള്ളുമെന്ന്. പക്ഷേ ഫോട്ടോയിലൊക്കെ പിന്നെ ഇപ്പോൾ കാണുമ്പോഴത്തേന് നമ്മുടെ ഇത് ഒരു ലോങ് ഹോൾ, ഒരു പാത്വേ പോലെ അറ്റതാണിത്. പാത്വേ അല്ല, ലിവിങ്ങിനും കിച്ചണും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഇതിനകത്ത്. അപ്പോൾ ദൂരേന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമുണ്ട്. ഇനിയിപ്പം എന്തായാലും ഇത് ഞാനിപ്പം വാക്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പ്രേ മോപ്പ് വെച്ചിട്ട് പെട്ടെന്ന് മോപ്പ് ചെയ്ത് എല്ലാ ദിവസവും മോപ്പ് ചെയ്യാറുണ്ട് ഈ ഒരു ഫ്രണ്ട് ഏരിയ. കാരണം അവൾ ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 2 കാലിട്ടടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാടിയില്ലെങ്കിൽ പുള്ളിക്കൊരു ആശ്വാസമില്ല. അപ്പം ഇത് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചു. ഇവൾ വലിയ ഡോഗ് ആവുന്നതാണോ എന്ന് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവൾ അത്യാവശ്യം സൈസ് വയ്ക്കാൻ സാധ്യതയുള്ളതാണ്. ഗോൾഡനും ഹസ്കിയും രണ്ടും സൈസുള്ള ഡോഗാണല്ലോ. അപ്പം ഒരുമാതിരി ഒക്കെ സൈസ് വെക്കുമായിരിക്കും. നമ്മൾ വലിയ ഡോഗിനെ വലുതാവണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഡോഗിനെ മേടിച്ച്. അങ്ങനെ മിനിയേച്ചർ അല്ലെങ്കിൽ കുഞ്ഞു ഡോഗ് വേണ്ട, ഒരു ഇങ്ങനെ ബ്യൂട്ടി ഡോഗ് വേണ്ട, കുറച്ച് മദറിങ്ങും കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് ഉള്ളൊരു ഇച്ചിരി വലിയ ഡോഗ് വേണമെന്ന് ഉള്ള രീതിയിലായിരുന്നേ മേടിച്ചത് തന്നെ. അപ്പോൾ അവൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം നല്ല അർമാദിച്ചിട്ടാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ 2 പേരും കുറച്ച് നേരം അവളെ നോക്കിയതല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം TV 2 പേർക്കും ഉണ്ട്, റിവാർഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മേളിൽ വന്ന് രാവിലത്തേക്ക് റെഡി ആയിട്ടോ. മേലൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് പെട്ടെന്ന് ആ ഒരു എല്ലാ ദിവസവും നമ്മൾ ആ ഒരു രാവിലത്തെ ഫ്രഷ് ആവുന്ന ഒപ്പം തന്നെ വാഷ്റൂമും കൂടെ ഒന്ന് വൃത്തിയാക്കും കേട്ടോ. ഭയങ്കര പരിപാടിയൊന്നുമില്ല, ചെറുതായിട്ട്. ഇനിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. കുറച്ച് വൈകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഭയങ്കരമായിട്ടും വിശക്കണമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവക്കാഡോ
ടോസ്റ്റാണ്. ഒത്തിരി പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്നാലും എപ്പോഴും ചോദിക്കും, ചേച്ചി എന്താ ഈ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കാൻ. ആകെ ഒരു 3-4 ഐറ്റം സാധനങ്ങളൊക്കെ ഉള്ളൂ. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കും. പക്ഷേ നമുക്കങ്ങനെ ബോറടിക്കില്ല കേട്ടോ. നമ്മളും ചിന്തിച്ച് നോക്കി, ചെറിയ പ്രായത്തിൽ നമ്മൾ ദോശ, ഇഡ്ഡലി, അപ്പം, നൂൽപുട്ട് ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കുകയല്ലേ, നമുക്ക് ബോറടിക്കാറില്ലല്ലോ. അപ്പം ഭക്ഷണം കുറേ വെറൈറ്റി സാധനങ്ങൾക്ക് പുറകെ പോവാണ്ട് നല്ലതായിട്ട് സ്റ്റേപ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു 4 ബ്രേക്ക്ഫാസ്റ്റ്, ഒരു 4-5 ലഞ്ച്, ഡിന്നർ, പിന്നെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയി എന്ന് പറയാം. അപ്പം ഞാൻ ഇന്ന് അതിനകത്ത് ഇത്തിരി ഉപ്പിട്ടു, ഇത്തിരി ക്രഷ്ഡ് ചില്ലി ഇട്ടു, പിന്നെ ഞാൻ ഒരു ചെറിയ പുളിക്കൊരു ലേശം നാരങ്ങ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടിടുകയാണ് നല്ലതാണ്. പക്ഷേ എന്താ പറയുക, ഇനി മിക്സ് ചെയ്യാൻ വേറെ പാത്രമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ തന്നെയാണ്. ഈ ഒരു ബ്രെഡ് സോർഡോ ബ്രെഡാണ്, ചെറിയൊരു തിൻ സ്ലൈസാണ്. ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ ഈ എഗ്ഗിനെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം. ഇത് കഴിക്കാനായിട്ട് ഇച്ചിരി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ ഇൻവിസിലൈൻ ഇനിയൊരു 4 കൂടി ഉണ്ട്. ആക്ച്വലി തീരേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ ഞാൻ ഇടയ്ക്ക് മറന്നു പോകും കേട്ടോ. ഞാൻ ഇടയ്ക്ക് കലോണ ട്രിപ്പ്, നമ്മൾ ഗേൾസ് ട്രിപ്പൊക്കെ പോയി ആ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ കൊണ്ടുപോകാനൊക്കെ മറന്നു. പിന്നെ അങ്ങനെ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ എൻ്റെ അങ്ങ് ഡിലേ ആയിപ്പോയി. പക്ഷേ ഇപ്പോൾ ഈ അവസാനത്തെ ഉണ്ടല്ലോ 4 ഇനി 4 കൂടി ഉണ്ട്. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ട്. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ലാന്ന്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഞാനിപ്പം നമ്മൾ ഇൻവിസിലൈൻ ഊരിയിട്ടാണ് കടിക്കേണ്ടത്. പക്ഷേ നല്ല അസ്വസ്ഥത തോന്നുന്നുണ്ട് ഇട്ടത്. അപ്പോൾ എന്നോടൊരു ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ലാസ്റ്റത്തെ അതാണ് മാറുന്നതെന്ന്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഇത്തിരി നേരം എനിക്കൊരു ചെറിയ വർക്കിലൊരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് അവധിയാണ് ഇപ്പം. അപ്പോൾ ഇപ്പം ചെയ്യണ ഏതെങ്കിലും 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ എനിക്കിത് വർക്കുള്ള സമയത്ത് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാനങ്ങനെ എൻ്റെ വർക്ക് ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ള ഒരിതാണ്. അതുകൊണ്ട് അങ്ങനെ ക്ലോക്ക് ഇൻ ക്ലോക്ക് ഔട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ടൈം ഇന്നിപ്പോൾ 1 മണിക്കൂർ വർക്ക് ചെയ്തു, അടുത്ത സെപ്റ്റംബറിൽ അത് തിരിച്ചെടുക്കണം, അങ്ങനത്തെ ഒന്നുമില്ല. ഇത് ഈ ഒരു എല്ലാ മാസവും 1-2 തവണ നമ്മൾ ലീഡർഷിപ്പ് ടീമിലുള്ളവരെല്ലാവരും ഒന്ന് മീറ്റ് ചെയ്തിട്ട്, ഒരു 4-5-6 പേരുണ്ട്, മീറ്റ് ചെയ്ത് കുറച്ച് പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അതിനൊക്കെ എന്തായി അപ്ഡേറ്റ്, നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ആക്ഷൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പം ഞങ്ങളുടെ ലീഡർഷിപ്പ് ടീമിൽ 2-3 പേര് സമ്മർ അവധിയാണ്, ബാക്കിയുള്ളവർ സമ്മർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സമ്മർ അവധി ഉള്ളവർക്ക് ആക്ഷൻ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ ഒക്കെ പിന്നെ നമ്മൾ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ. ഈ വർക്കിലുള്ളവരെ മിസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടോ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വർക്ക് ടീം എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ എല്ലാവരെയും കാണുകയും വിശേഷം പറയുകയൊക്കെ ചെയ്യുമ്പം ഭയങ്കര സന്തോഷം. അത് മിക്കവാറും എല്ലാവരുമായിട്ട് ടെക്സ്റ്റൊക്കെ ചെയ്ത് കണക്ഷനൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു രസം. ഞാൻ ആ വർക്കിന് പോയ കുറച്ച് സമയത്തേക്ക് ഇവന്മാരെ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയമാണ് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാകും. അപ്പം നമ്മൾ ലൈബ്രറിയിലോട്ടുള്ള പോക്കാണ്. പോകുന്ന വഴിക്ക് ഇനി ഒരു ബുക്ക് തീർക്കാനുണ്ട്, അത് വായിക്കുക. ഐസക്കിന് ഭയങ്കര വായിക്കാനായിട്ട് അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ച് വായിക്കുക എന്നുള്ളതൊരു ആക്കിയേക്കണതാണ്. വായിച്ചാലേ ഉള്ളൂ ഡിവൈസ്. അതല്ലെങ്കിൽ രാവിലെ കണ്ണ് തുറന്നിങ്ങ് വരുമ്പം തന്നെ സംഭവം കിട്ടിയാൽ കൊള്ളാം, 24 മണിക്കൂറും അതിലിരിക്കാൻ പറ്റിയ അത്രയും സന്തോഷം എന്നുള്ള രീതിയിലാണ്. പക്ഷേ പിന്നെ നമ്മൾ കുറച്ച് നേരം ലൈബ്രറിയിൽ അതിൽ പോയാലും ഈ ഗെയിം കളിയും അതൊക്കെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്തു പിസ്സ കഴിക്കാമെന്ന്. അപ്പം നമ്മളവിടെ ഒരു മലയാളി കടയുണ്ട്, റെഡ് സ്വാൻ, അവിടെ നിന്ന് പിസ്സയൊക്കെ മേടിച്ചു. ബീഫിൻ്റെയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ കുറച്ച് നേരം അവളെ ക്രേറ്റിലാക്കിയിട്ടാണല്ലോ പോയത്. പുള്ളിക്കാരത്തി മിണ്ടാണ്ട് കിടന്നോളൂ, ഉറങ്ങുമായിരുന്നു. നമുക്ക് ക്യാമറയിൽ കാണാവേ. ഞാനിങ്ങനെ നമ്മുടെ വീട്ടിൽ മിക്കവാറും അവളുടെയൊക്കെ ക്യാമറയുണ്ട്. അപ്പം അവൾ കുഴപ്പമുണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവളെ പുറത്തൊക്കെ വിട്ടു. നല്ല ചൂടുണ്ട് പുറത്തെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്, ഒരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ മാംഗോ
ടെ പ്യൂരി ഉണ്ടല്ലോ, അത് ഇപ്പം മാംഗോ അല്ലാണ്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ പ്യൂരി കണ്ടപ്പോൾ അത് മേടിക്കണം തോന്നി. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിക്ക് ഐസ്ക്രീമും കൂടെ മേടിച്ചിട്ടാണ് വന്നത്. അത് ആ ചൂടത് കാരണം കാറിലിരുന്ന് അലുത്ത് ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് നന്നായിട്ട് അങ്ങോട്ട് ഇതായി വന്നിട്ടില്ല. നല്ല ഒരു 29-30 മറ്റോ ഉണ്ട് ടെമ്പറേച്ചർ. പക്ഷെ കാറിനകത്ത് അതിലും ഉണ്ടായിരുന്നു തോന്നുന്നു, കുറച്ച് സമയം അടച്ചിട്ടപ്പം. അപ്പം നമ്മൾ കുറച്ചേറെ ലാവിഷായിട്ട് അങ്ങോട്ട് ഐസ്ക്രീം എടുക്കുക. ഏറ്റവും എളുപ്പമാണ് കേട്ടോ. പക്ഷേ പിള്ളേർക്ക് ഇതിങ്ങനെ എന്താ പറയുക, ഐസ്ക്രീമായിട്ട് എന്തോ ഒരു താല്പര്യമില്ല രണ്ടുപേർക്കും. അത് പറയാൻ പറ്റത്തില്ല. ഇനി ഐസ്ക്രീമിൻ്റെ പാട്ട ഞാൻ എപ്പോഴെങ്കിലും പോയി നോക്കുമ്പോഴായിരിക്കും MD പാട്ടയായിട്ട് അവിടെ ഇരിക്കണമെന്ന് തോന്നുന്നു. അപ്പം ഞാനിത് അവരോട് തിരിച്ചുകൊണ്ട് വയ്ക്കാൻ പറയാം. എന്നിട്ട് ഇത്രയും മതി കേട്ടോ. രണ്ടുപേർക്കും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കണ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, സ്മൂത്തി മേക്കർ, അതിനകത്തോട്ട് എന്നിട്ട് ആവശ്യത്തിന് വലിയ മെഷർമെൻ്റ് ഒന്നുമില്ല, ഒരു കപ്പോളം ഉണ്ടാവും. ആ മാംഗോ പ്യൂരി ഒഴിച്ചു. വേറെ മധുരമൊന്നും ഇടുന്നില്ല കേട്ടോ. ഐസ്ക്രീമും മാംഗോ പ്യൂരിയും പിന്നെ ഇതിനാ മധുരം. ഇത്തിരി മിൽക്കും കൂടെ ഒഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഒഴിച്ചുള്ളൂ. അതൊന്ന് ആ ഒരു ഭയങ്കര കട്ടിപ്പ് വരണ്ടെന്ന് വെച്ചിട്ട്. ഇനി ഇതിനകത്ത് പിസ്താഷ്യോയോ ബദാമോ എന്ത് വേണമെങ്കിലൊക്കെ ഇടാം, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ എന്താ പറയുക, ഇതൊരു ലസ്സി ഉണ്ടാക്കി കുടിക്കുവേ. ഈ മാംഗോ പ്യൂരിയും തൈര് ഇതും കൂടെ നമ്മുടെ ദഹിയും കൂടെ അടിച്ചിട്ട് ലസ്സി പോലെ ആക്കും, ഇത്തിരി മധുരമൊക്കെ ഇട്ട്. അപ്പോൾ എന്നാൽ പക്ഷേ ഐസ്ക്രീമിൽ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് ഇതിൽ സ്മൂത്തി മേക്കറിൻ്റെ അതില്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. സംഭവം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ആ കളറും ആ കൺസിസ്റ്റൻസിയും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേന് നല്ല രസമുണ്ട് കേട്ടോ. ഈ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അത് വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കുടിക്കാറില്ല, കാരണം വെച്ചാൽ ഇത് ഐസ്ക്രീം ഭയങ്കര മധുരമല്ലേ. ലസ്സി ആയിട്ട് ചിലപ്പോൾ കുടിക്കും കേട്ടോ. ഒന്നുമില്ല, തൈരിനകത്ത് ഇതടിച്ചിട്ട് ഇവർ തൈരും ഇതും ഇതിൻ്റെ പ്യൂരിയും പിന്നെ ഹണിയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന കാണാം. അങ്ങനെ വന്നപ്പോൾ എനിക്കും ഒരു കറുമുറ എന്തെങ്കിലും ഒരു ക്രഞ്ചി സ്നാക്ക് കഴിക്കണം എന്നൊരു തോന്നലേ. നമുക്ക് ചിലപ്പോൾ അങ്ങനെ എനിക്ക് അപ്പോൾ തോന്നി ഇത് കഴിക്കാം. ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് സെലറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴുകിയിട്ടാണ് കേട്ടോ. കഴുകി ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ഡ്രൈ ചെയ്തു, അതിനെ ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നീളത്തിലരിഞ്ഞത് ക്യൂക്കമ്പറും ഇവർക്ക് വട്ടത്തിലരിഞ്ഞതോ ഇഷ്ടം. അങ്ങനെയൊക്കെയാണ്. പണ്ട് നമ്മൾ എവിടെയോ കേട്ടിട്ടില്ലേ, പൊരിക്കാനുള്ള മുട്ട പുഴുങ്ങാനുള്ള മുട്ട പൊരിച്ചു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ പോലെയാണ്. ഇന്ന് പക്ഷെ ഞാൻ ഓർത്തില്ല കേട്ടോ. ഞാൻ എല്ലാം കൂടെ നീളത്തിലും കട്ട് ചെയ്തു. എന്നിട്ട് ഇതാണ് കഴിക്കണം എന്ന് പറഞ്ഞു. ഇവർക്ക് ഇഷ്ടം കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതിലൊരു അരയോളം പാർട്ട് ഞാനെടുത്തു. ബാക്കിയുള്ള ആ ഒരു ഫുള്ളിൻ്റെ ബാക്കി അവിടേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരോട് മറ്റേ അവരുടെ ഐസ്ക്രീം ഷേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഹെൽത്തി എന്നൊന്നും വിചാരിച്ചു കൊടുത്തതല്ല കേട്ടോ. ഇവർക്ക് ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ കൊണ്ടുപോയി കഴിച്ച ഒരു ശീലമുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ബേബി ക്യാരറ്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഡിപ്പ് പോലെ ഇട്ട് കഴിക്കാൻ വേണ്ടി നല്ലതാണല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഹമ്മസ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അവന്മാരുടെ പോർഷൻ ആ പ്ലേറ്റിൽ അതങ്ങ് കൊടുക്കാം. ഹമ്മസ് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം കൂട്ടി ഞാനും ഇരുന്നും പതുക്കെ അതൊക്കെ കറുമുറ കഴിച്ചു. വൈകുന്നേരമായി കേട്ടോ. ഇനിയിപ്പം തോമസ് വന്നു കഴിഞ്ഞാൽ ഈവനിങ് റൂട്ടീൻ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. എല്ലാവരും ചോദിക്കേണ്ടത് ചേച്ചി ഇതിനിടയ്ക്ക് എപ്പോഴും വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ. ആദ്യം ഒരു 2 മണിക്ക് ശേഷം ഒരു 4 മണിക്കുള്ളിലുള്ള സമയത്ത് 3:45 ഇവന്മാരെയും കൊണ്ട് സ്വിമ്മിങ്ങിന് പോകണം. അപ്പോൾ അതിന് മുമ്പാണ് എഡിറ്റിംഗ് എന്നുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.